അവിടെ എന്തോ ശബ്ദം കേട്ടു. വേഗം വരൂ, എല്ലാവരും വരൂ, വരൂ വരൂ, വേഗം വരൂ, വരൂ. ഒരു ചിപ്പ് ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. അടുത്തത് എത്രയും പെട്ടെന്ന് തയ്യാറാകും. അതിനുശേഷം എന്റെ കുട്ടികളെ ഒന്നും ചെയ്യാതെ അങ്ങ് വിട്ടേക്കണം. ചിപ്പെന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത്, ഞാനൊരൽപ്പം ചിപ്സ് കഴിച്ചോട്ടെ. ടെമ്പോ അണ്ണ, നിങ്ങളെ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വല്ലാതെ ടെൻഷൻ ആകുന്നു. ഇനി എന്ത് സംഭവിക്കും? പക്ഷെ ടെമ്പോ ഓൺലൈൻ ഒരിക്കലും തെറ്റുകൾ ചെയ്യില്ല. ചിപ്പ് റെഡിയായി, ഉടനെ തന്നെ ഇത് അങ്ങ് ഫിക്സ് ചെയ്തേക്കാം. കീക്കോയെ വിളിച്ച് കാര്യം പറയാം. ആരും വന്നില്ലല്ലോ. ഞാൻ ആഗ്രഹിച്ചത് സാധിച്ചു. എത്രയും പെട്ടെന്ന് കീക്കോയെ വിളിച്ചേക്കാം. ഹലോ കീക്കോ, ഇത് ഞാനാ, ടെമ്പോ അണ്ണൻ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എത്രയും പെട്ടെന്ന് നീ എന്റെ ഗരാജിലേക്ക് വന്നേക്ക്. അയ്യോ, ഹലോ ടെമ്പോ അണ്ണ, ഹലോ ഹലോ. കീക്കോ, എന്തിനാ നീ ഇത്ര വേഗത്തിൽ ഓടുന്നത്? കാരണം ഒരു ഒറ്റ വാക്കിൽ പറയേ. ടെമ്പോ അണ്ണൻ എന്നോട് അർജന്റായിട്ട് വരാൻ പറഞ്ഞു. പ്രധാനപ്പെട്ട എന്തോ കാര്യം പറയാനുണ്ടെന്ന്. പക്ഷെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഫോൺ ഡ്രോപ്പ് ചെയ്തു. എന്താണെന്ന് മനസ്സിലാവാ. പിന്നെ ഞങ്ങൾ നിന്റെ കൂടെ അങ്ങ് വന്നേക്കാം. പോകുന്ന വഴിക്ക് ഞാൻ എന്തെങ്കിലും കഴിക്കുകയും ചെയ്യാം. റോൾ നമ്പർ 20, ഒരു കാര്യം പറയൂ. എല്ലാരും പ്രധാനപ്പെട്ട കാര്യം പറയാൻ കീക്കോയെ മാത്രം എന്തിനാ വിളിക്കുന്നത്? ടോണി ബോസിനെ എന്താ വിളിക്കാത്തത്? റോൾ നമ്പർ 4, എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായെന്നാ തോന്നുന്നത്. എന്തു മനസ്സിലാ പറഞ്ഞേ? കാറിന്റെ ടയേഴ്സ് ട്യൂബ്ലെസ് ആണ്. നമ്മുടെ ടോണി ബോസ് ശരിക്കും യൂസ്ലെസ് ആണ്. എന്നെ നോക്കി യൂസ്ലെസ് എന്ന് പറയുന്നോടാ. ഇപ്പൊ പറടാ, ടോണി ബോസിന്റെ അടുത്ത് കളിച്ചാലുണ്ടല്ലോ. ടെമ്പോ അണ്ണനെ കാണുന്നില്ലല്ലോ. ഇത് ടോപ്പ് സീക്രട്ട് ആണെന്ന് പറഞ്ഞു. R7ന്റെ ഡേഞ്ചർ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നു. പിന്നെ ടെമ്പോ അണ്ണനെയും ഇവിടെയെങ്ങും കാണുന്നില്ലല്ലോ. ടെമ്പോ അണ്ണൻ എന്തോ അപകടത്തിൽ കുടുങ്ങിയെന്നാ തോന്നുന്നേ. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കൂ, രക്ഷിക്കൂ. ഇത് ടെമ്പോ അണ്ണന്റെ വോയിസ് ആണല്ലോ. എന്നെ രക്ഷിക്കൂ. എന്റെ ദൈവമേ, ആ രണ്ട് കാറും വേറെ വേറെ ഡയറക്ഷനിലാണല്ലോ പോകുന്നത്. ടെമ്പോ ആണെങ്കിൽ ഇതിൽ ഏത് കാറിലാ ഉള്ളത്? ട്വിങ്കിൾ ഡോഡോ, നിങ്ങൾ വേഗം ചെന്ന് മേയർ അങ്കിൾ പിന്നെ ഡിറ്റക്റ്റീവ് ജട്ട്പട്ടിനെയും ഇൻഫോം ചെയ്യേ. അതിനിടയ്ക്ക് ഞാനും സൂപ്പർ സ്പീഡോയും കൂടി ആ കാറിനെ ഫോളോ ചെയ്ത് ടെമ്പോ അണ്ണനെ രക്ഷിക്കാം. ഓക്കേ കീക്കോ. ഡോഡോ, ഒരു ഒറ്റ വാക്ക്, റൺ. വേഗം, അതിവേഗം. R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ, സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ. വിളിച്ചാലുടെ നടി വന്നെത്തുന്ന ഹീറോ. ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിരുള്ള വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല, ഞാൻ പൊറുക്കില്ല, ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ, ആ കാറിൽ ടെമ്പോ അണ്ണനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. നമുക്ക് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. ടെമ്പോ അണ്ണ ആരെങ്കിലും വേദനിപ്പിച്ചാൽ നമ്മൾ അവനെ തവിടുപൊടിയാക്കും. ടെമ്പോ അണ്ണ നമ്മുടെ ഫ്രണ്ടാണ്. അദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്തവരെ നമ്മൾ വെറുതെ വിടുന്ന പ്രശ്നമേ ഇല്ല. Black card, now you've gone way too far. Tempo Anna is our friend, your evil plans need to end. You should really leave now, cause we're about to lash out. Let go of Anna now or we will have to take you down. ഏതൊരു ബുള്ളറ്റും സൂപ്പർ സ്പീഡോയെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവർക്ക് അറിയില്ലെന്ന് തോന്നുന്നു. എന്റെ പവർ എന്താണെന്ന് ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കാം. വേണ്ട സൂപ്പർ സ്പീഡോ, ആ കാറിനകത്ത് ടെമ്പോ അണ്ണനുണ്ട്. കാറിന് എന്തെങ്കിലും പറ്റിയാൽ അദ്ദേഹത്തിനും അത് പ്രശ്നമായി മാറും. നമുക്കിപ്പോ വേറെ റൂട്ടിൽ പോവാം.
ഷെടാ, കാറിനകത്ത് ആരെയും കാണുന്നില്ലല്ലോ. കീക്കോ, എത്രയും പെട്ടെന്ന് എന്നെ രക്ഷിക്കേ, എന്നെ രക്ഷിക്കൂ. ടെമ്പോ അണ്ണന്റെ വോയിസ് സ്പീക്കറിൽ കൂടെയാണല്ലോ കേൾക്കുന്നത്. സൂപ്പർ സ്പീഡോ, നമ്മളെ അവര് പറ്റിച്ചു. ശരിക്കും പറഞ്ഞ ടെമ്പോ അണ്ണൻ യെല്ലോ കാറിലാണുള്ളത്. ടെമ്പോ അണ്ണയെ കിഡ്നാപ്പ് ചെയ്തെന്നോ? സൺ സിറ്റിയിൽ ഇനി തേടി നോക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. എവിടെ നോക്കിയിട്ടും ഒരു ട്രേസ് പോലും നമുക്ക് കിട്ടിയില്ല. നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത്? ചട്പട്ട് സാർ പറയുന്നത് സൺ സിറ്റിയുടെ മൂല മുടുക്ക് വരെ ചെക്ക് ചെയ്തു എന്നാ പറഞ്ഞത്. എല്ലായിടത്തും തെരഞ്ഞു, പക്ഷെ ടെമ്പോ എണ്ണൻ എവിടെയുമില്ല. കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. ആ കാർ ഡ്രൈവർലെസ് ആണ്. എന്ന് വെച്ചാൽ ആരോ വളരെ ദൂരത്ത് നിന്ന് അത് ഓപ്പറേറ്റ് ചെയ്യായിരുന്നു. ആ സിഗ്നൽ എവിടുന്നാ വരുന്നതെന്ന് നമുക്ക് ഈസി ആയിട്ട് ട്രേസ് ചെയ്യാൻ പറ്റും. ഐഡിയ കൊള്ളാം, പക്ഷേ നമുക്കതെങ്ങനെ കണ്ടെത്താൻ പറ്റും? അത് കണ്ടെത്താൻ ആരെ കൊണ്ട് പറ്റും? സാർ സൂപ്പർനോഡോയ്ക്ക് ജയ്. വരൂ ടെമ്പോ അണ്ണ, വെൽക്കം. നിന്നെ എന്തിനാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് മനസ്സിലായോ? സർ ലൂഡോ കയ്യിൽ കെട്ടുന്നതൊക്കെ ഇതുപോലെ എടുത്തിട്ട് പന്താടും. ടോട്ടൽ സൺസിറ്റിയും പറയും. സർ ലൂഡോയെ വാഴ്ത്തി പാടും. അയ്യടാ, നിന്നെ പോലുള്ള ഒരുത്തൻ ഒരിക്കലും നല്ല കാര്യം ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ടെമ്പോ അണ്ണൻ ഒരിക്കലും തെറ്റായ കാര്യത്തിന് നിന്നെ സപ്പോർട്ട് ചെയ്യുകയില്ല. തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. 4 റോക്കറ്റിനെ സൺസിറ്റിയെ ടാർഗറ്റ് ചെയ്ത് വിട്ടയക്കണം. സൺസിറ്റി മൊത്തം നശിപ്പിക്കണം. അങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് തെറ്റുള്ളത്? പിന്നെ ഈ റിമോട്ടിൽ 2 ചിപ്പ് മാത്രം ഫിക്സ് ചെയ്യാനുണ്ട്. അതൊക്കെ നിന്നെ പോലെ ടാലന്റ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഫിക്സ് ചെയ്യാൻ പറ്റൂ. മെഷീൻസിനെ പോലും നീ കുട്ടികളെ പോലെ സ്നേഹിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. ആ ചിപ്പുകൾ നീ തന്നെ ഫിക്സ് ചെയ്യണം. ഇവിടെ ഞാൻ പറയുന്നത് ആരെങ്കിലും അനുസരിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നിനക്കറിയാമല്ലോ. സൂപ്പർ സ്പീഡോ, ആ കാറിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന സിഗ്നൽ എവിടുന്നാ വരുന്നതെന്ന് നമുക്ക് കണ്ടെത്തണം. ഓക്കെ കീക്കോ. ഈ സ്ഥലത്തു നിന്നാണ് ആ കാർ എത്തിയിരിക്കുന്നത്, അതായത് സൺ സിറ്റി. ആ ക്രിമിനൽ എത്ര ബ്രില്യന്റ് ആണെങ്കിലും എവിടെ പോയി പതുങ്ങിയിരുന്നാലും ഞാൻ അവനെ പൊക്കിയിരിക്കും. അടിച്ചവനെ ബിരിയാണി പോലെയാക്കി മാറ്റും ഈ ചട്പട്ട്. ചട്പട്ട് സാർ പറഞ്ഞു വരുന്നത്, ഒരു തവണ ആ സിഗ്നൽ എവിടെ നിന്നാണ് വരുന്നതെന്ന് കണ്ടെത്തിയാൽ പിന്നെ ഉടനെ തന്നെ ചട്പട്ട് സാർ അവിടെ ചെന്ന് കിഡ്നാപ്പേഴ്സിനെ അറസ്റ്റ് ചെയ്യും. ടെമ്പോ അണ്ണനെ രക്ഷിച്ച് ഇവിടെ കൊണ്ടെത്തിക്കും. ഫട്ടാഫട്ട്. സിഗ്നൽ എവിടുന്നാ വരുന്നതെന്ന് ഞാൻ കണ്ടെത്തി. അതൊരു ലോൺലി ഐലൻഡ് ആണല്ലോ. അവിടെ ആരും തന്നെ താമസിക്കുന്നില്ലല്ലോ. പറഞ്ഞതുപോലെ സിഗ്നൽ ലോൺലി ഐലൻഡിൽ നിന്നാ വരുന്നത്. പക്ഷെ അവിടെ ആരാണുള്ളത്? ടെമ്പോ അണ്ണനെ എന്തിനാ കിഡ്നാപ്പ് ചെയ്തേ? എന്തായിരിക്കും അതിന് കാരണം? ഞാൻ ഈ ഇടയ്ക്ക് കേട്ട ഒരു വാർത്തയുണ്ട്. അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ സർ ലൂഡോ ലോൺലി ഐലൻഡിൽ താമസം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കീക്കോ? ഒരൊറ്റ വഴിയേ ഉള്ളൂ മേയർ സാർ, ക്രാക്ക് ഓപ്പറേഷൻ. പെട്ടെന്ന് നമുക്ക് അവിടെ ഒരു അറ്റാക്ക് നടത്താം.
കൊള്ളാം, നല്ല ഐഡിയ തന്നെയാണ്. അറ്റാക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. എന്ത്, അറ്റാക്ക് ചെയ്യണമെന്നോ? അങ്ങനെ അവൻ സർ ലൂഡോ ആണെങ്കിൽ ഈ നിൽക്കുന്നത് ഞാൻ ഡിറ്റക്റ്റീവ് ചട്ട്പട്ടാണ്. അവരെ കണ്ടെത്തി 4 തട്ടി തട്ടി കഴിഞ്ഞാൽ പിന്നെ അവൻ കുടുങ്ങിപ്പോയ പാമ്പിനെ പോലെയായിരിക്കും. കലക്കി സാർ, കലക്കി. ഞാൻ ആ ഡയലോഗ് ഒന്ന് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. പക്ഷെ ടെമ്പോ അണ്ണ ഇപ്പൊ അയാളുടെ കസ്റ്റഡിയിലാണ്. കാര്യം സാധിക്കാൻ വേണ്ടി അവർ അദ്ദേഹത്തെ വേദനിപ്പിക്കരുത്. എനിക്ക് തോന്നുന്നത് ഞാനും സൂപ്പർ സ്പീഡോയും അവിടെ ചെന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ ട്രൈ ചെയ്യണമെന്നാ തോന്നുന്നേ. നീ ഒരു ധീരനാണ് കീക്കോ, പക്ഷെ നീ ഒരു കുട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുപോലെ കുട്ടികളെ അപകട മിഷനിലേക്ക് അയക്കാൻ പറ്റില്ല. അവിടെ ഞങ്ങളുടെ കമാൻഡോസ് പിന്നെ ഡിറ്റക്റ്റീവ് ചട്ട്പട്ടും ചെല്ലും. കൊള്ളാം, ഐഡിയ കൊള്ളാം. ഇവിടെ ജോലികളൊന്നുമില്ലായിരുന്നെങ്കിൽ ഞാനും അങ്ങോട്ട് പോകുമായിരുന്നു. ഒരു പ്രാവശ്യം ഞാനൊരു ടാങ്കിനെ എടുത്തിട്ട് ചവിട്ടി നശിപ്പിച്ചു. അതന്നെ, ഒരു പക്ഷെ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയ്ക്ക് ഇപ്പോൾ അടികൊള്ളട്ടെ. മേയർ സാർ വീണ്ടും പറഞ്ഞതൊരു കള്ളമാണെന്നാ തോന്നുന്നത്. ഞാൻ അതും നോട്ട് ചെയ്തേക്കാം. അല്ല, ഇത് നമ്മുടെ ടെമ്പോ അണ്ണനല്ലേ? അണ്ണാ നിൽക്കൂ. നിൽക്കൂ ടെമ്പോ അണ്ണാ, ഞാൻ പറയുന്നത് കേൾക്കൂ. നിൽക്കൂ, അങ്ങോട്ട് പോകരുത്. ടെമ്പോ അണ്ണ വലിയ അപകടത്തിലാണ്. ഇത്തരമൊരു കണ്ടീഷനിൽ എനിക്ക് സ്വൈര്യമായിട്ട് ഉറങ്ങാൻ കഴിയില്ല. ഞാൻ ഉടനെ ചെന്ന് ടെമ്പോ അണ്ണനെ രക്ഷിച്ചേ പറ്റൂ. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു കീക്കോ, നീ ടെമ്പോ അണ്ണ അങ്ങളെ രക്ഷിക്കാൻ പോകുമെന്ന് അറിയായിരുന്നു. അതുകൊണ്ടാണ് നിന്റെ ഒപ്പം ഞങ്ങളും വരാൻ തയ്യാറായിട്ട് എത്തിയത്. വേണ്ട ട്വിങ്കിൾ, അത് വലിയ അപകടം പിടിച്ച സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞങ്ങളും വന്നത്. അപകടം പിടിച്ച സ്ഥലത്തേക്ക് ഞങ്ങളെ കൂട്ടുകാരൻ ഞങ്ങൾ തനിച്ച് പറഞ്ഞു വിടില്ല. എന്ത് സംഭവിച്ചാലും നമുക്ക് ചേർന്നത് ഫേസ് ചെയ്യാം. 3 വേർഡ്സിൽ പറഞ്ഞാൽ നമ്മള് എല്ലാരും ഒരു ടീമാണ്. ടീം എന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഞാൻ ഈ ക്രീം ഒന്ന് കഴിച്ചോട്ടെ. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ പെപ്പർ സ്പ്രേ കൈവശം വെച്ചിട്ടുണ്ട്. ഞാനും ഒരു സാധനം വെച്ചിട്ടുണ്ട്. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ടെമ്പോ അണ്ണനെ നമുക്ക് ആ ലോൺലി ഐലൻഡിൽ നിന്നും രക്ഷിച്ചേ പറ്റൂ. മിഷൻ റെസ്ക്യൂ ടെമ്പോ അണ്ണ. ഓക്കെ ബഡി കീക്കോ. രണ്ടാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നിന്റെ മുമ്പിലുള്ളത് ഇപ്പോൾ 2 വഴികൾ മാത്രമാണ്. ഒന്ന്, റോക്കറ്റിന്റെ ചിപ്പ് റെഡിയാക്കൂ, അല്ലെങ്കിൽ ഈ ലോകത്തോട് ബൈ ബൈ പറഞ്ഞേക്ക്. ടെമ്പോ അണ്ണൻ എന്റെ കുട്ടികളുടെ മേലെ സത്യം ചെയ്യാണ്. പി സുജാതയുടെ മേലെ സത്യം ചെയ്യുന്നു. ആർ വിജയുടെ മേലിൽ പ്രോമിസ്. പി ശ്വേതയുടെ മേലെ സത്യം. ടെമ്പോ അണ്ണൻ മരിച്ചു പോകും. പക്ഷെ തെറ്റായ ഒരു കാര്യം ഞാൻ ഒരിക്കലും ചെയ്യില്ല. ആണോ? അതാണോ നിന്റെ തീരുമാനം? എന്നാൽ ശരി, ഒരു പ്രാവശ്യം എന്റെ കൂടെ മേളിലോട്ട് വന്ന് നോക്ക്. ഒരു പക്ഷേ നിന്റെ തീരുമാനം മാറാൻ സാധ്യതയുണ്ട്. ലെറ്റ്സ് ഗോ. അയാളെ വിളിച്ചോണ്ട് വാ. ഇവരാണ് എന്റെ കുട്ടികൾ. അയ്യോ എന്റെ അമ്മയെ, ഇത്ര വലിയ റോക്കറ്റ്സോ? നീ എന്റെ ഈ കുട്ടികൾക്ക് വേണ്ടി വെറും 2 ചിപ്സ് റെഡിയാക്കി എന്റെ ഈ കുട്ടികൾക്ക് ജീവൻ നൽകിയേക്കണം. അത് നടക്കില്ല. ഇത്രയ്ക്ക് ഫാസ്റ്റോ? ഞാനൊരൽപ്പം ഫാസ്റ്റ് ചിപ്സ് കഴിച്ചോട്ടെ. സൺറൈസിന് മുൻപ് നമുക്ക് ആ ലോൺലി ഐലൻഡിൽ ചെന്നെത്തണം. ഫോർമുല നമ്പർ 777 അപ്ലൈ ചെയ്യ്. ഓക്കെ കീക്കോ. സമ്മതിക്ക്, അല്ലെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും? നിന്റെ പ്രിയപ്പെട്ട കാറുകളെ ബോംബ് വെച്ച് തകർക്കും. എന്നാലും ഞാൻ ചെയ്യില്ലടാ. ഈ ഐലാൻഡിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ കേട്ട് മനസ്സിലാക്കിയോ അതുപോലെ തന്നെയാ ഉള്ളത്. ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ
ആരുമില്ല. ഒരനക്കവുമില്ല. പക്ഷെ സിഗ്നൽ ഇവിടെ നിന്നാണ് വന്നത്. എന്ന് വെച്ചാൽ സർ ലൂഡോ തീർച്ചയായിട്ടും ഇവിടെ എവിടെയോ ഉണ്ടെന്നർത്ഥം. സൂപ്പർ സ്പീഡോ, ഈ ഐലൻഡിനെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്ക്. ഓക്കെ ഡ്യൂഡ്, ഉടനെ ചെയ്യാം. ഇത് കണ്ടോ? സ്കാനിങ്ങിൽ ഒരു കാര്യം ഞാൻ കണ്ടു. ആ കാണുന്ന സ്ഥലത്ത് അവന്റെ പ്രത്യേക ഗാർഡ്സ് നിൽപ്പുണ്ട്. ഇത്ര വലിയൊരു കോട്ട, തീർച്ചയായിട്ടും അത് സർ ലൂഡോയുടേതായിരിക്കും. എന്ന് വെച്ചാൽ ടെമ്പോ അണ്ണയും അവിടെ തന്നെ ആയിരിക്കും ഇരിക്കുന്നതല്ലേ? അതെ, വളരെ സൂക്ഷിച്ചു വേണം നമുക്ക് അങ്ങോട്ട് എത്താൻ. ആ, അത് വളരെയധികം സൂക്ഷിച്ചു വേണം നമ്മൾ അങ്ങോട്ട് എത്താൻ. ഞാനിതൊന്ന് കഴിച്ചോട്ടെ. നിനക്ക് ചോദിക്കുന്ന കാശ് ഞാൻ തരാം. സമ്മതിക്ക്. ടെമ്പോ അണ്ണന് കാശിനോട് അത്യാഗ്രഹമില്ല. വേണ്ട, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. വേഗം സമ്മതിച്ചോ, അല്ലെങ്കിൽ പിന്നെ. അല്ലെങ്കിൽ എന്താടാ? എടാ ചെറുക്ക, ആരാടാ നീ? നീ എങ്ങനെ ഇവിടെ വന്നു? എന്റെ ദൈവമേ, നിങ്ങൾക്ക് ഞാനിത് കാണിക്കാൻ വന്നതാ. എന്തോന്ന്? 2 words pepper spray. ഏ? ഏ? ആ, 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 ആ. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഡോഡോയ്ക്കും ട്വിങ്കിളിനും അത് അപകടമായി മാറും. ഈ ഗാർഡ്സ് അവരെ തീർച്ചയായിട്ടും സർ ലൂഡോയുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ഒരല്പം കാത്തിരുന്നേ പറ്റൂ. എന്നിട്ട് അവിടെ ചെന്ന് ചാൻസ് നോക്കി കളി തുടങ്ങണം. ഈ എന്നെ പിടിച്ചോണ്ട് വന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? എന്നെ അങ്ങ് വിട്ടേക്ക്. എന്തിനാണോ താൻ ഇത്ര ധൃതി കൂട്ടുന്നത്? കളി ഇപ്പൊ തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. സർ ലൂഡോ ഇപ്പൊ ഇതെടുത്ത് എറിയാൻ പോവുകയാണ്. ടോട്ടൽ സൺസിറ്റിയും സർ ലൂഡോയെ കണ്ട് ഞെട്ടും. കൊള്ളാം, 3 വന്നിരിക്കുന്നത്. 3ന്റെ അർത്ഥം. അയ്യോ, ട്വിങ്കിൾ, ഡോഡോ, നിങ്ങൾ ഇവിടെ എങ്ങനെയാ വന്നത്? ഇപ്പൊ നീ ആ ചിപ്പ് റെഡിയാക്കിയില്ലെങ്കിൽ പിന്നെ ടെമ്പോ അണ്ണാ, പിന്നെ സർ ലൂഡോ ഇതേപോലെ വലിച്ചെറിയും. അതിനുശേഷം ഈ കുട്ടികൾക്കായിരിക്കും സർ ലൂഡോയുടെ ശിക്ഷ കിട്ടാൻ പോകുന്നത്. ഓ ദൈവം, ആ കുട്ടികൾ ഒന്നും ചെയ്യരുത്. ഞാൻ ആ ചിപ്പ് ഉണ്ടാക്കി തന്നേക്കാം. 6, കളി തുടങ്ങട്ടെ. അവിടെ എന്തോ ശബ്ദം കേട്ടു. വേഗം വരൂ, എല്ലാവരും വരൂ. വരൂ വരൂ, വേഗം വരൂ, വേഗം വരൂ. ഒരു ചിപ്പ് ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. അടുത്തത് എത്രയും പെട്ടെന്ന് തയ്യാറാകും. അതിനുശേഷം എന്റെ കുട്ടികളെ ഒന്നും ചെയ്യാതെ അങ്ങ് വിട്ടേക്കണം. ചിപ്പെന്ന് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഞാനൊരൽപ്പം ചിപ്സ് കഴിച്ചോട്ടെ. ടെമ്പോ അണ്ണ, നിങ്ങളെ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ടോട്ടൽ സൺസിറ്റി അപകടത്തിൽപ്പെടുത്തിയിരിക്കുക. ഇതല്ലാതെ അണ്ണന്റെ കൈവശം ഒരു വഴിയും ഇല്ല മക്കളെ. 2ാമത്തെ ചിപ്പ് റെഡിയാക്കാൻ 2 ദിവസമെങ്കിലും ആകും. എന്നാ പിന്നെ അതിനുശേഷം? നിങ്ങളൊന്നും വിഷമിക്കണ്ട. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. കാരണം തീർച്ചയായിട്ടും നിങ്ങൾ കീക്കോടെ കൂടെ ആയിരിക്കും വന്നത്, അല്ലേ? അതെ, നമുക്കും സൺസിറ്റിക്കും ഒന്നും സംഭവിക്കാൻ കീക്കോ സമ്മതിക്കില്ല. അവനുള്ളത് വരെ നമ്മൾക്ക് വേണ്ടത് അതൊരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ ഹോപ്പ്. എടാ ചെറുക്ക, അവിടെ നിൽക്കടാ. ഡോണ്ട് വറി, 2ാമത്തെ ചിപ്പും അതിൽ ഫിക്സ് ചെയ്യുന്നത് വരെ ആ റിമോട്ട് വർക്കാവില്ല. സർ ലൂഡോ ഇപ്പോൾ വീണ്ടും എടുത്തെറിയാൻ പോവുകയാണ്. ടോട്ടൽ സൺസിറ്റിയും സർ ലൂഡോയെ കണ്ട് ഞെട്ടും. കണ്ടോ, 2 വന്നിരിക്കുന്നു. പക്ഷേ ഇതിൽ ചിപ്പ് 1 ഉള്ളൂ. ചിപ്പ് 1 2. എനിക്കൊരൊറ്റ ചിപ്പിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഗാരേജിലുള്ള ചിപ്പാണല്ലോ. ആ കാര്യം ഞാൻ ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇത് ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ എന്റെ എല്ലാ റോക്കറ്റ്സും അറ്റാക്ക് ചെയ്യാൻ തയ്യാറാണ്. സൺ സിറ്റിയെ ഞാൻ നശിപ്പിക്കും.
നിന്റെ ജോലി ഇതോടെ കഴിഞ്ഞിരിക്കുന്നു. ഗാഡ്സ്, എന്റെ വഴിയിൽ നിന്നും ഇവന്മാരെ തട്ടിത്തെറിപ്പിച്ചേക്ക്. സമയത്തിന് തന്നെ എത്തിക്കഴിഞ്ഞു. അയ്യോ സർ ലൂഡോ, ഇനി നിന്റെ കാര്യം പോക്ക. നിങ്ങൾ ടെമ്പോ അണ്ണനെയും ട്വിങ്കിളിനെയും ഡോഡോയും കിഡ്നാപ്പ് ചെയ്തത് വളരെ വലിയ തെറ്റാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ സറണ്ടർ ആവണം. എന്റെ ഈ ലൂഡോ ലാൻഡിൽ വന്നിട്ട് സർ ലൂഡോയോട് സറണ്ടർ ആകാൻ പറയുന്നു. എന്റെ ഈ ലേസർ ലൈറ്റ് ഏതൊരു ശക്തിമാനെയും തട്ടിത്തെറിപ്പിക്കും. ആ ലേസർ ഭയങ്കര പവർഫുൾ ആണ്. അത് നമ്മുടെ ദേഹത്ത് വീണാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, സർ ലൂഡോ സൺസിറ്റിയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അയാളെ തടയണം. ഓക്കേ ബഡി. സർ ലൂഡോ, ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. 4 കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്റെ 4 റോക്കറ്റ്സും സൺസിറ്റിയെ തകർത്ത് തവിട് പൊടിയാക്കാൻ പോകുന്നു എന്നർത്ഥം. റോക്കറ്റ്സ് അങ്ങ് ഷൂട്ടായല്ലോ. എന്റെ ദൈവമേ, ഇനി സൺസിറ്റിയെ രക്ഷിക്കുക എന്നത് ഇമ്പോസിബിൾ ആണ്. എന്ത് വില കൊടുത്താലും നമുക്ക് സൺസിറ്റി നശിക്കാൻ സമ്മതിക്കരുത്. ഫോർമുല നമ്പർ 999 ആക്ടിവേറ്റ് ചെയ്യൂ. ഓക്കേ, ഓക്കേ കിക്കോ. ബഡി. സൂപ്പർ സ്പീഡോ ബോട്ടിൽ നിന്ന് സീ പ്ലെയിനായി മാറിക്കഴിഞ്ഞു. ഒറ്റയടിക്ക് 4 റോക്കറ്റിനെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റും സൂപ്പർ സ്പീഡോ? ട്രിക്ക് ചില സ്ഥലത്ത് വർക്കൗട്ട് ആയില്ലെങ്കിൽ അവിടെ നമ്മൾ കിക്ക് യൂസ് ചെയ്യരുത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവിടെ ട്രിക്കും കിക്കും രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യണം. താങ്ക് യു കിക്കോ, നിങ്ങൾ കുട്ടികളാണെങ്കിലും മഹാസാഹസികന്മാരാ.